أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് മുസ്ലിം മോദിനെ സംബന്ധിച്ച പ്രവചനത്തിലെ ചില കാര്യങ്ങൾ പറയുന്നതാണ്. എല്ലാ അഹമ്മദികൾക്കും അറിയാവുന്നതുപോലെ എല്ലാ വർഷവും ഈ പ്രവചന പൂർത്തീകരണത്തെപ്പറ്റി യോഗങ്ങളും നടത്താറുണ്ട്. ഇത് 1886 ഫെബ്രുവരി 20 പ്രവചനമാണ്. ഇതിൽ ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് വിവിധ സവിശേഷതകളുള്ള ഒരു സുപുത്രന്റെ സുവാർത്ത നൽകിയിരുന്നു. ഇതിനെപ്പറ്റി വിവരിക്കുന്നതിന് മുമ്പേ കുട്ടികൾക്കും ചില യുവാക്കൾക്കും ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നു. മുൻപും പലതവണ നൽകിയിട്ടുള്ളതാണ്. അവർ പറയുന്നത്, നമ്മൾ ജന്മവാർഷികം ആഘോഷിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഹദ്രത്ത് മുസ്ലിം മൗദിന്റെ ജന്മവാർഷികം ആഘോഷിക്കുന്നത് എന്നാണ്. ഇത് സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാക്കാം. ഞാൻ നിരവധി തവണ പറഞ്ഞിട്ടുള്ളതുമാണ്. അതായത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദിന്റെ ജന്മവാർഷികമല്ല ആഘോഷിക്കുന്നത്, മറിച്ച് പ്രവചനം പൂർത്തിയായതിൽ മീറ്റിംഗ് നടത്തുകയാണ് ചെയ്യാറുള്ളത്. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിനം 1889 ജനുവരി 12 മറ്റൊരു കാര്യം, വീടുകളിൽ ഇതിനെപ്പറ്റി സംസാരം നടക്കുന്നില്ല എന്നതാണ്. അവിടെ മാതാപിതാക്കൾ വായിച്ചു പഠിച്ച് എന്താണ് മുസ്ലിം മതത്തിനെ പറ്റിയുള്ള പ്രവചനമെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഇതൊരു മഹത്തായ പ്രവചനമാകുന്നു. അതേപ്പറ്റി മുൻകാല ഗ്രന്ഥങ്ങളിൽ നേരത്തെ വന്ന പ്രവാചകന്മാരും അറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശവുമുണ്ട്. പ്രവചനമനുസരിച്ച് അള്ളാഹു ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനോട് വിളംബരം ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇത് നീണ്ട ഒരു പ്രവചനമാണ്. അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങൾ വിവരിക്കാം. ആ മഹാത്മാവ് പറയുന്നു, ബി ഇൽഹാമില്ലാഹി തആല വ ആലാമിഹി അസ്സ വജൽ, റഹീമും കരീമും വലിയവനും അത്യുന്നതനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവനുമാകുന്നു അല്ല ജല്ലഷാൻഹു വ അസ്സസ്മഹു. അവൻ തൻ്റെ ഇൽഹാം മുഖേന സംബോധന ചെയ്തു പറഞ്ഞു, നീ എന്നോട് ചോദിച്ചതിൻ പ്രകാരം ഞാൻ നിനക്ക് അനുഗ്രഹത്തിൻ്റെ അടയാളം നൽകുന്നു. ഞാൻ നിന്റെ വിലാപങ്ങൾ കേൾക്കുകയും നിന്റെ പ്രാർത്ഥനകൾക്ക് എൻ്റെ കാരുണ്യത്താൽ സ്വീകാര്യം നൽകുകയും നിന്റെ ഹോഷിയാർപൂരിലെയും ലുധിയാനയിലെയും യാത്ര നിനക്ക് അനുഗ്രഹീതമാക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ നിനക്ക് ദിവ്യശക്തിയുടെയും കാരുണ്യത്തിൻ്റെയും സാമീപ്യത്തിൻ്റെയും അടയാളം നൽകപ്പെടുന്നു. അനുഗ്രഹത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും അടയാളം നിനക്ക് നൽകപ്പെടുന്നു. വിജയങ്ങളുടെ കുഞ്ചിക നിനക്ക് കരസ്ഥമാവുകയാണ്. അല്ലയോ ജയശാലി, നിനക്ക് സമാധാനം. ജീവിതത്തെ ആഗ്രഹിക്കുന്നവർക്ക് മരണത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷ ലഭിക്കാനും കബറുകളിൽ മറയടക്കപ്പെട്ടവർ പുറത്തു വരുമാറാകാനും ഇസ്ലാം മതത്തിൻ്റെ മേന്മയും ദൈവവചനത്തിൻ്റെ പെരുമയും ജനങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിനും സത്യം അതിൻ്റെ സകല അനുഗ്രഹങ്ങളോടൊപ്പം വരുന്നതിനും അസത്യം അതിൻ്റെ സകല ദൂഷ്യങ്ങളോടൊപ്പം തിരോഭവിക്കുന്നതിനും താൻ സർവശക്തനും ആണെന്ന്, അതായത് അള്ളാഹു പറയുന്നു താൻ സർവശക്തനും ഇച്ഛിക്കുന്നത് ചെയ്യുന്നവനുമാണെന്ന് ലോകത്തിന് ബോധ്യമാകുന്നതിനും ഞാൻ നിന്നോടൊപ്പമാണെന്നും അവർക്ക് ബോധ്യം വരുന്നതിനും ദൈവാസ്തിത്വത്തിൽ വിശ്വസിക്കാത്തവർക്കും അള്ളാഹുവിനെയും അവൻ്റെ മതത്തെയും അവൻ്റെ ഗ്രന്ഥത്തെയും അവൻ്റെ പരിശുദ്ധ പ്രവാചകൻ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും നിഷേധിക്കുകയും വ്യാജവാദിയാണെന്ന് കരുതുകയും നിഷേധത്തിന്റെയും വ്യാജത്തിന്റെയും ദൃഷ്ടിയിൽ നോക്കുന്നവർക്കും തുറന്ന ഒരു അടയാളം കിട്ടുകയും കുറ്റവാളികളുടെ മാർഗം വ്യക്തമാകുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ആകയാൽ നിനക്ക് സുവാർത്തയായിരിക്കട്ടെ, പ്രതാപവാനും പരിശുദ്ധനുമായ ഒരു പുത്രൻ നിനക്ക് നൽകപ്പെടും. ഒരു പാവനപുത്രൻ നിനക്ക് ലഭിക്കുന്നതാണ്. അവൻ നിന്റെ ബീജത്തിൽ നിന്നും നിന്റെ സന്തതിയിൽ നിന്നുമുള്ളവൻ തന്നെയായിരിക്കും. തുടർന്ന് ഈ പ്രവചനത്തിൽ ഈ കുട്ടിയുടെ പ്രത്യേകതകൾ വിവരിച്ചിട്ടുണ്ട്. അതിൽ ചിലതിനെപ്പറ്റി ഞാൻ പറയുന്നതായിരിക്കും. ഇൽഹാമിൽ പറയുന്നു, അവൻ വലിയ ബുദ്ധിശാലിയും കാര്യജ്ഞനുമായിരിക്കും. ലൗകികവും ആത്മീയവുമായ അറിവുകളാൽ അവൻ നിറയ്ക്കപ്പെടും. തുടർന്ന് പറയുന്നു, അവൻ ബന്ധനസ്ഥരുടെ മോചനത്തിന് നിമിത്തമാകുന്നതാണ്. ഇവ ഈ നീണ്ട പ്രവചനത്തിലെ ഏതാനും കാര്യങ്ങളാകുന്നു. അള്ളാഹുവിൽ നിന്ന് കിട്ടിയ അറിയിപ്പനുസരിച്ച് പറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ആ കുട്ടി ജനിച്ചതും പ്രവചനത്തിലെ എല്ലാ കാര്യങ്ങളും സാക്ഷാത്കരിക്കപ്പെട്ടതും നമ്മൾ കണ്ടതാണ്. അത് 52 എണ്ണമാകുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രവചനത്തിൽ നിന്ന് 1-2 കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഹദ്രത്ത് മുസ്ലിം മൗദിന്റെ 52 വർഷക്കാല ഖിലാഫത്ത് ഈ പ്രവചന പൂർത്തീകരണത്തിന്റെ പ്രതാപം വെളിപ്പെടുത്തുന്നു. അഹമ്മദികൾ ഈ പ്രവചനം പൂർത്തിയായെന്ന് തെളിവ് നൽകുകയും ഈ പ്രവചനം പൂർത്തിയായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ എന്തെങ്കിലും ശക്തമായ തെളിവ് സമർപ്പിക്കൂ എന്ന് നമ്മുടെ എതിരാളികൾക്ക് പറയാൻ കഴിയുമോ? അത്തരം എതിരാളികളുടേത് ദുർവാശിയാകുന്നു. എന്നാൽ പറഞ്ഞു വന്നതുപോലെ ഹദ്രത്ത് മുസ്ലിം മൗദിന്റെ കാലഘട്ടത്തിൽ ജമാഅത്തിന്റെ പുരോഗതിയുടെ ഓരോ ദിവസവും അതിന്റെ പ്രകാശമാനമായ തെളിവാകുന്നു. ഈ പ്രവചനങ്ങളിൽ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങളെപ്പറ്റി നിഷ്പക്ഷമതികളായ ആളുകളുടെ സാക്ഷ്യങ്ങൾ സമർപ്പിക്കാം. അവർക്ക് ജമാഅത്തുമായി യാതൊരു ബന്ധവുമില്ല. അവർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളായിരുന്നു. മൗലാന ഗുലാം റസൂൽ സാഹിബ് മഹർ സുപ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം, അതായത് മൗലാന ഗുലാം റസൂൽ സാഹിബ് 1885 ജലന്ധറിലാണ് ജനിച്ചത്. അദ്ദേഹം ഗവേഷകനും ഗ്രന്ഥകാരനും സാഹിത്യകാരനും ചരിത്രകാരനുമാകുന്നു. ജമീന്ദാർ പത്രവുമായി ബന്ധമുള്ള ആളായിരുന്നു. പിന്നീട് മൗലാന അബ്ദുൽ മജീദ് സാലിഖുമായി ചേർന്ന് ലാഹോറിൽ നിന്ന് ഇൻകിലാബ് പത്രം ആരംഭിച്ചു. 1966 ഡിസംബർ 26-ന് 25-നും ഷേഖ് അബ്ദുൽ മാജിദ് സാഹിബ് ഓഫ് ലാഹോർ മൗലാന സാഹിബിന്റെ അടുക്കലെത്തി. സംസാരത്തിനിടയിൽ മൗലാന ഗുലാം റസൂൽ മഹർ ഹദ്രത്ത് മുസ്ലിം മൗദിനെ സംബന്ധിച്ച് പറഞ്ഞു, നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ ആ മഹാത്മാവിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായ വിവരങ്ങൾ കിട്ടുന്നില്ല. ഞങ്ങൾ അദ്ദേഹത്തെ അടുത്തു നിന്ന് കണ്ടവരാണ്. ഒരുപാട് തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുമുണ്ട്. സ്വകാര്യ സംഭാഷണങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിന് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ആപാദചൂടം ത്യാഗസന്നദ്ധമായിരുന്നു. പറയുന്നു, ഒരിക്കൽ എനിക്ക് രാത്രി കാദിയാനിൽ പോയി ഹദ്രത്ത് മുസ്ലിം മൗദുമായി കൂടിയാലോചന നടത്താൻ വന്നിട്ടുണ്ട്. ആ യാത്ര ഇന്നും എൻ്റെ കണ്ണുകൾക്ക് മുന്നിലുണ്ട്. മനുഷ്യകുലത്തിനു വേണ്ടി ആ മനുഷ്യന്റെ ഉള്ളിൽ വലിയ വേദനയുണ്ടായിരുന്നു. അതായത് ഹദ്രത്ത് മുസ്ലിം മൗദിന്റെ ഉള്ളിൽ വലിയ സഹാനുഭൂതി ഉണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിന് എവിടെ നന്മയുടെയും മേന്മയുടെയും പ്രശ്നമുണ്ടായാലും അദ്ദേഹത്തിന്റെ പ്രവർത്തനക്ഷമമായ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ആവേശത്തെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ഓരോരോ അംശവും സമുദായത്തോടുള്ള വേദനയാൽ അസ്വസ്ഥമായിരുന്നു. വംശവെറി ഞാൻ ആ വ്യക്തിത്വത്തിൽ പേരിന് പോലും കണ്ടിട്ടില്ല. മിർസ സാഹിബ് വലിയ കാര്യജ്ഞനായിരുന്നു. പ്രവചനത്തിൽ ബുദ്ധിശാലിയും കാര്യജ്ഞനുമാണെന്ന് വന്നിട്ടുണ്ട്. അനഹമതികളും അതിന് സാക്ഷ്യം വഹിക്കുകയാണ്. തൻ്റെ സംസാരം തുടർന്നുകൊണ്ട് പറയുന്നു, ഞാൻ ഇന്തോ പാക്കിൽ ഹദ്രത്ത് മിർസ സാഹിബിന്റെ ബുദ്ധി പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ പ്രവർത്തന നിരത ആയതുപോലെ മറ്റൊരു രാഷ്ട്രീയമോ മതപരമോ ആയ നേതാവിനെ കണ്ടിട്ടില്ല. നിർലോഭമായ ഉപദേശങ്ങളും വ്യക്തമായ അഭിപ്രായങ്ങളും ശരിയായ ചുവടുവെപ്പുകളും കർമ്മരേഖയും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട്. പറയുന്നു, ഞാൻ ഇസ്മായിൽ സാഹിബ് പാനിപ്പത്തിക്ക് അനുശോചന സന്ദേശം അയച്ചിരുന്നു. ഞാൻ പ്രസ്തുത കത്തിൽ ഹദ്രത്ത് മിർസ സാഹിബിനെ പറ്റിയുള്ള അനുശോചന വാക്കുകൾ പ്രസിദ്ധീകരിക്കാവുന്നതാണെന്നും എഴുതിയിട്ടുണ്ടായിരുന്നു.
തുടർന്ന് പറയുന്നു, ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിങ്ങൾ മീത സാഹിബിന്റെ വില മനസ്സിലാക്കിയില്ല. ശക്തമായ എതിർപ്പിന്റെ കൊടുങ്കാറ്റുണ്ടായിട്ടും ഞാൻ മീത സാഹിബിൽ നിരാശയും തണുപ്പൻ പ്രതികരണവും കണ്ടിട്ടേയില്ല. മീത സാഹിബിന് ഹൃദയത്തിന്റെ ദീപം എപ്പോഴും പ്രകാശിതമായിരുന്നു. ഞങ്ങൾ പ്രയാസവും നിരാശയും ബാധിച്ച് അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ട്. പുറത്തു വരുമ്പോൾ നിരാശയുടെ കാർമേഘം ഒഴിഞ്ഞുപോയിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ലക്ഷ്യത്തിലുള്ള വിജയം മുന്നിൽ കാണപ്പെട്ടിരുന്നു. ഘനവത്തായ തെളിവുകൾ നൽകുകയും പ്രവർത്തനയോഗ്യമായ കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല, എല്ലാ നിലയ്ക്കുമുള്ള ത്യാഗത്തിനും സഹകരണത്തിനുമുള്ള സന്നദ്ധതയും പ്രകടിപ്പിച്ചിരുന്നു. അത് മുഖേന ഞങ്ങളിൽ ധൈര്യവും ആവേശവും ഉണ്ടാകുമായിരുന്നു. കശ്മീരിലെ മുൻ ചീഫ് ജസ്റ്റിസ് ലാല ഖമർ സൈൻ സാഹിബ് മുസ്ലിം മോദിനെ സംബന്ധിച്ച് പറയുന്നു, ലാല ഖമർ സൈൻ സാഹിബ് ലാല ഭീം സൈൻ സാഹിബിന്റെ മകനാകുന്നു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ അറബി ഭാഷയ്ക്ക് ഭാഷാജനനി എന്നുള്ള സ്ഥാനം എന്ന പ്രഭാഷണത്തിനും അധ്യക്ഷന്റെ നന്ദി പ്രകടനത്തിന് ശേഷം പ്രത്യേകമായും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇംഗ്ലീഷിൽ ഒരു ഉഗ്രൻ പ്രസംഗം ചെയ്തിരുന്നു. അതിൻ്റെ രത്നചുരുക്കം ഇപ്രകാരമാകുന്നു: ഇന്ന് കഴിവുറ്റ പ്രഭാഷകൻ അറബി ഭാഷയുടെ മേന്മയെപ്പറ്റി ചെയ്ത താല്പര്യജനകവും അതിവിശിഷ്ടവുമായ പ്രഭാഷണം കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. എനിക്ക് അദ്ദേഹവുമായി വ്യക്തിപരമായ അടുപ്പമുള്ളതും എനിക്ക് സന്തോഷത്തിന് കാരണമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നാണ് എൻ്റെ പിതാവ് അറബി പഠിച്ചത്. ലാലാ സാഹിബിന്റെ പിതാവ് ഹദ്രത്ത് മസീഹ് അൽ ഇസ്ലാമിൽ നിന്നാണ് അറബി പഠിച്ചിരുന്നത്. പറയുന്നു, ഞാൻ പ്രഭാഷണം കേൾക്കാൻ വന്നപ്പോൾ ഈ വിഷയം പരമ്പരാഗത രീതിയിൽ ആളുകൾ പറയുന്നത് പോലെ അവതരിപ്പിക്കപ്പെടുമെന്നാണ് കരുതിയത്. പൊതുവിൽ പറയപ്പെടാറുള്ളത് പോലെ ഒരു അറബിയോട് അറബി ഭാഷയുടെ മേന്മയെപ്പറ്റി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അതിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ അറബി നാട്ടിൽ ജീവിക്കുന്നവനാകുന്നു. ഇതാണത്രേ അറബി ഭാഷയുടെ ശ്രേഷ്ഠത. 2, ഇത് വിശുദ്ധ ഖുർആന്റെ ഭാഷയാണ്. ഇത് അംഗീകരിക്കാവുന്നൊരു കാര്യവുമാണ്. 3, സ്വർഗത്തിലും അറബി ഭാഷയാണ് സംസാരിക്കാറുള്ളത്. പറയുന്നു, ഞാൻ കരുതിയത് ഒരുപക്ഷെ ഇതേപോലുള്ള വല്ല കാര്യവുമായിരിക്കും അറബി ഭാഷയുടെ മേന്മയായി പറയുക എന്നായിരുന്നു. എന്നാൽ ഇന്നിവിടെ ചെയ്യപ്പെട്ട പ്രഭാഷണം വളരെയേറെ പണ്ഡിതോചിതവും തത്വജ്ഞാനപരവുമായ മേന്മയുള്ളതായിരുന്നു. ഞാൻ മീത സാഹിബിനോട് ഉറപ്പിച്ചു പറയട്ടെ, ഞാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ഓരോരോ വാക്കും പൂർണ്ണമായ ശ്രദ്ധയോടെ കേൾക്കുകയുണ്ടായി. എനിക്കതിൽ വളരെയേറെ അനുഭൂതി ഉണ്ടായി, പ്രയോജനമെടുക്കുകയും ചെയ്തു. കാലങ്ങളോളം ഈ പ്രഭാഷണത്തിന്റെ പ്രഭാവം എൻ്റെ മനസ്സിൽ നിലനിൽക്കുമെന്ന് ഞാൻ കരുതുന്നു. ഹദ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു വിദ്യാഭ്യാസപരമായി പ്രൈമറി പോലും പാസ്സായിട്ടുണ്ടായിരുന്നില്ല. അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ അള്ളാഹു അദ്ദേഹത്തെ പ്രസ്തുത വിജ്ഞാനങ്ങളാലും നിറയ്ക്കുകയുണ്ടായി. അന്യരായ ആളുകൾക്കും അതേപ്പറ്റി പ്രശംസിക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു അമേരിക്കൻ പാദ്രിയുടെ അഭിപ്രായം കേൾക്കുക. ഷേഖ് ഇസ്മായിൽ സാഹിബ് പാനിപ്പത്തി വിവരിക്കുന്നു, മൗലവി ഉമറുദ്ദീൻ സാഹിബ് ഷിംല ഒരിക്കൽ പറയുകയുണ്ടായി, ഉസൂർ ഖലീഫയായതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം, അതായത് ഖലീഫത്തുൽ മസീഹ് സാനി ഖിലാഫത്ത് പദവിയിൽ അവരോധിതനായ 1914 ഏതാനും മാസങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ ഒരു വലിയ പാദ്രി ഖാദിയാനിൽ വന്നു. അയാൾ വലിയ പണ്ഡിതനുമായിരുന്നു. തൻ്റെ പാണ്ഡിത്യത്തിൽ അഭിമാനിയുമായിരുന്നു. ഖാദിയാനിലെത്തി അയാൾ ഞങ്ങൾക്ക് മുന്നിൽ മതപരമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. അവ വളരെയേറെ ഗഹനമേറിയതും പ്രാധാന്യമുള്ളതുമായിരുന്നു. അയാൾ പറഞ്ഞു, ഞാൻ അമേരിക്കയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഞാൻ മുസ്ലിങ്ങളുടെ എല്ലാ സദസ്സിലും ഇരുന്ന് ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നുവരെയും മുസ്ലിങ്ങളുടെ വലിയ വലിയ പണ്ഡിതന്മാർക്ക് പോലും തൃപ്തികരമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ഖലീഫ സാഹിബിനു മുന്നിൽ വെക്കുന്നതാണ്. അതിനാണ് പ്രത്യേകമായി വന്നിട്ടുള്ളത്. ഖലീഫ സാഹിബ് ഈ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി ആണ് നൽകുക എന്ന് കാണാമല്ലോ. നിവേദകൻ പറയുന്നു, ഈ ചോദ്യങ്ങൾ ഏറെ സങ്കീർണവും കൗതുകകരവുമായിരുന്നു. അത് കേട്ടപ്പോൾ തികച്ചും യുവാവും ദൈവിക വിഷയങ്ങളിൽ പ്രത്യേക പഠനമില്ലാത്തതും ചെറുപ്പക്കാരനും അനുഭവജ്ഞാനമില്ലാത്തതുമായ ഖലീഫ സാഹിബിനൊരിക്കലും ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയില്ലെന്നും അങ്ങനെ അഹമ്മദിയ ജമാഅത്തിന് വലിയ ദുഷ്പേരും ക്ഷീണവും ഉണ്ടാകുമെന്നും ഞാൻ കരുതി. കാരണം ഹദ്രത്ത് സാഹിബിന് പ്രസ്തുത ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ
കഴിഞ്ഞില്ലെങ്കിൽ ഈ അമേരിക്കൻ പാദ്രി തിരികെ പോയി ലോകത്ത് മുഴുവനും അഹമ്മദികളെ ഖലീഫയ്ക്ക് ഒന്നും അറിയില്ലെന്നും ക്രിസ്ത്യാനികൾക്ക് മുന്നിൽ നിൽക്കാൻ കെൽപ്പില്ലെന്നും അദ്ദേഹം പേരിന് മാത്രമുള്ള ഖലീഫയാണെന്നും അദ്ദേഹത്തിന്റെ അറിവ് മണ്ണാങ്കട്ടയാണെന്നും പറയുന്നതായിരിക്കും. ഈ അവസ്ഥയിൽ പറയുന്നു, ഞാൻ ഏറെ അസ്വസ്ഥനായിരുന്നു. അതുകൊണ്ട് അമേരിക്കൻ പാദ്രിയെ ഹദ്റത്ത് സാഹിബിനെ കാണാതെ തിരിച്ചയക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ പരിശ്രമത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. ആ അമേരിക്കൻ പാദ്രി താൻ എന്തായാലും ഖലീഫ സാഹിബിനെ കണ്ടിട്ട് തന്നെ പോകുന്നുള്ളൂ എന്ന് ശാഠ്യം പിടിക്കുകയാണ് ചെയ്തത്. നിസ്സഹായനായ ഞാൻ ഹദ്റത്ത് സാഹിബിനോട് പോയി പറഞ്ഞു, ഒരു അമേരിക്കൻ പാദ്രി വന്നിട്ടുണ്ട്. അയാൾ താങ്കളോട് ഏതാനും ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഹദ്റത്ത് സാഹിബ് ഒരു അഴികഴിവും കാലവിളമ്പവും വരുത്താതെ പറഞ്ഞു, അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരൂ. അങ്ങനെ നിസ്സഹായനായ ഞാൻ അയാളെയും കൊണ്ടുവന്നു. ഹദ്റത്ത് സാഹിബിന്റെ സവിധത്തിലെത്തി. രണ്ടാൾക്കുമിടയിൽ ദ്വിഭാഷി ഞാൻ തന്നെയായിരുന്നു. അയാൾ ഇംഗ്ലീഷിൽ ചോദിക്കുകയും ഹുസൂർ ഉറുദുവിൽ മറുപടി നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇദ്ദേഹം അത് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരുന്നു. പറയുന്നു, അമേരിക്കൻ പാദ്രി ചില പ്രാരംഭ സംസാരങ്ങൾക്ക് ശേഷം തൻ്റെ ചോദ്യങ്ങൾ ഹദ്റത്ത് സാഹിബിന് മുന്നിൽ വെച്ചു. അതിൻ്റെ തർജ്ജമ ഞാൻ ഹദ്റത്ത് സാഹിബിന് കേൾപ്പിച്ചു. ഹദ്റത്ത് സാഹിബ് വളരെ സമാധാനത്തോടെ പ്രസ്തുത ചോദ്യങ്ങൾ കേട്ട ശേഷം ഉടൻ തന്നെ അയാൾക്ക് തൃപ്തികരമായ മറുപടി നൽകുകയും ചെയ്തു. അത് എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. പ്രസ്തുത ചോദ്യങ്ങൾക്ക് ഹദ്റത്ത് സാഹിബിന് വിജ്ഞേയവും അനുഭവവുമായ മറുപടി നൽകാൻ കഴിയുമെന്ന് എനിക്കൊരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ മറുപടികൾ ഇംഗ്ലീഷിൽ പാതിരിക്ക് കേൾപ്പിച്ചപ്പോൾ അയാളും അത്ഭുതപ്പെട്ടു പോയി. അയാൾ പറഞ്ഞു, ഞാൻ ഇന്നേ വരേക്കും ഇത്രയും ബൗദ്ധികമായ സംസാരവും ശക്തമായ തെളിവുകളും ഒരു മുസ്ലിമിൻ്റെ നാവിൽ നിന്നും കേട്ടിട്ടില്ല. നിങ്ങളുടെ ഖലീഫ വളരെയേറെ സ്കോളറാണെന്നും മതലോകത്തെപ്പറ്റി വളരെ ആഴത്തിൽ കാഴ്ചപ്പാടുള്ളയാളാണെന്നും തോന്നുന്നു. ഇത്രയും പറഞ്ഞ് അയാൾ മര്യാദപൂർവം ഹദ്റത്ത് സാഹിബിന്റെ കൈകളിൽ ചുംബിച്ച ശേഷം തിരികെ പോവുകയും ചെയ്തു. ഇതാണ് പ്രവചന പൂർത്തീകരണത്തിന്റെ പ്രകടനം. തൻ്റെ അറിവിൽ താൻ വിജ്ഞാനത്തിൽ പ്രാവീണ്യമുള്ളവനാണെന്ന് കരുതിയിരുന്ന പാതിരി ഇസ്ലാമിന്റെ മേന്മയെ അംഗീകരിച്ചു കൊണ്ട് പോവുകയുണ്ടായി. ഹദ്റത്ത് മുസ്ലിം മൗദിന്റെ നെഹ്റു റിപ്പോർട്ടും മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളും എന്ന ഗ്രന്ഥത്തെപ്പറ്റി ഒരു നിരൂപകൻ എഴുതുന്നു, ഹുസൂറിന്റെ ഈ യഥാസമയത്തെ മാർഗനിർദ്ദേശങ്ങൾ കാരണം മുസ്ലിങ്ങളിലെ ഉയർന്ന വിഭാഗം വളരെയേറെ നന്ദിയുള്ളവരാണ്. മുസ്ലിം രാഷ്ട്രീയ ലോകത്ത് അത് വളരെയേറെ സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വലിയ വലിയ മുസ്ലിം നേതാക്കന്മാർ പ്രശംസാവചനങ്ങൾ കൊണ്ട് അതിനെ സ്തുതിക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അഹമ്മദി ജമാഅത്തിന്റെ ഇമാം മുസ്ലിങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിൽ അവരെ സഹായിച്ചു എന്ന് പറയുന്നു. നിരവധി ആളുകൾ ഹദ്റത്ത് മുഫ്തി മുഹമ്മദ് സാഹിബിനോട് പറഞ്ഞു, യഥാർത്ഥ കർമ്മയോഗ്യമായ കാര്യങ്ങൾ നിങ്ങളുടെ ജമാഅത്താണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജമാഅത്തിലുള്ള സംഘടനാ സംവിധാനം മറ്റൊരിടത്തും കാണാൻ സാധ്യമല്ല. കൽക്കത്തയിലുള്ള അഹമ്മദി മിസ്റ്റർ ദൗലത്ത് അഹമ്മദ് ഖാൻ സാഹിബ് BA LLB ജോയിന്റ് എഡിറ്റർ സുൽത്താൻ പത്രത്തിൽ വന്ന നിരൂപണങ്ങൾ ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് ഒരു ചെറിയ ഭംഗിയുള്ള ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ബംഗാളികൾക്കിടയിൽ അത് ഏറെ സ്വീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. വിദ്യാസമ്പന്നനായ ഒരു അനഹ്മദി നെഹ്റു റിപ്പോർട്ടിന്മേലുള്ള നിരൂപണം എന്ന പുസ്തകം വായിച്ചപ്പോൾ അതിൽ ആകർഷനായി തർക്കെ ഇസ്ലാം സെക്രട്ടറിക്ക് ഒരു കത്തെഴുതുകയുണ്ടായി. പറയുന്നു, ഖലീഫ സാഹിബിനെ കാണാൻ അദ്ദേഹത്തെ സന്ദർശിക്കാനും എൻ്റെ മനസ്സ് ഏറെ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനമുണ്ട്. താങ്കൾ ദയവായി ഹദ്റത്ത് സാഹിബിന്റെ സവിധത്തിൽ ഈ വിനീതന്റെ സലാം എത്തിക്കണം. കൂടാതെ താങ്കൾ വളരെ നല്ല നിലയിൽ ഇസ്ലാം കടന്നുപോകുന്ന ഇത്രയും ഭയാനകമായ ഘട്ടത്തിൽ അതിനെ രക്ഷിക്കുകയും മതപരമായി അന്വേഷണം നടത്തുകയും മാത്രമല്ല രാഷ്ട്രീയ കാര്യങ്ങളിലും മുസ്ലിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇതിൽ ഈ വിനീതദാസന്റെ ആശംസകൾ അറിയിക്കുകയും വേണം. ഞാൻ നെഹ്റു റിപ്പോർട്ടിനെ സംബന്ധിച്ച് താങ്കളുടെ ചിന്താഗതികൾ വായിച്ചപ്പോൾ
എൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന സ്ഥാനം വർദ്ധിക്കാനാണ് ഇടവന്നത്. താങ്കളെ നല്ലൊരു മതനേതാവ് എന്നതിനോടൊപ്പം തഴക്കം വന്ന ഒരു രാഷ്ട്രീയ നേതാവായും ഞാൻ മനസ്സിലാക്കുന്നു. സിയാസത്ത് എന്ന പത്രം 1930 ഡിസംബർ 2 എഴുതുന്നു, മതപരമായ ഭിന്നത ഒഴിവാക്കി നോക്കിയാൽ ജനാബ് ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് സാഹിബ് ഗ്രന്ഥരചനയുടെ രംഗത്ത് ചെയ്തിട്ടുള്ള സേവനങ്ങൾ അതിൻ്റെ ബാഹുല്യവും പ്രയോജനവും കണക്കാക്കിയാൽ പ്രശംസനീയമാകുന്നു. രാഷ്ട്രീയ രംഗത്ത് അവർ ജമാഅത്തിനെ ഇതര മുസ്ലിങ്ങളുടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തനനിരതമാക്കാൻ അദ്ദേഹം കർമ്മപരമായ അടിസ്ഥാനത്തിൽ ആരംഭം കുറിച്ചുകൊണ്ട് അതിനെ തൻ്റെ നേതൃത്വത്തിൽ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നീതിബോധമുള്ള ഓരോ മുസ്ലിമും സത്യാന്വേഷിയും അഭിനന്ദിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഉൾക്കാഴ്ചയെ ഒരു കാലഘട്ടം അംഗീകരിച്ചതാണ്. നെഹ്റു റിപ്പോർട്ടിനെതിരിൽ മുസ്ലിങ്ങളെ സംഘടിപ്പിക്കുന്നതിലും സൈമൺ കമ്മീഷന് മുന്നിൽ മുസ്ലിങ്ങളുടെ നിലപാട് സമർപ്പിക്കുന്നതിലും വർത്തമാനകാല സമസ്യകളിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ തെളിവ് സഹിതം ചർച്ച ചെയ്യുന്നതിലും മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിലും, അതായത് തെളിവുകൾ നിറഞ്ഞ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിലും അദ്ദേഹം വളരെ സ്തുത്യർഹമായ സേവനമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ നിരൂപണം എന്ന ഗ്രന്ഥത്തെ പറ്റിയാണ്. ഇത് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണ്. അത് വായിച്ചാൽ അദ്ദേഹത്തിന്റെ പരന്ന വിജ്ഞാനത്തെപ്പറ്റി അനുമാനിക്കാൻ കഴിയുന്നതാണ്. അദ്ദേഹത്തിന്റെ ആഖ്യാന ശൈലിയും ലളിതവും ആകർഷണീയവുമാണ്. അദ്ദേഹത്തിന്റെ ഭാഷ വളരെ സുഗ്രാഹ്യവുമാകുന്നു. ഇറാഖിലെ അവസ്ഥകളെപ്പറ്റി ആൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ ലാഹോറിൽ അദ്ദേഹം പ്രഭാഷണം നടത്തിയിരുന്നു. അതേപ്പറ്റിയുള്ള അഭിപ്രായം: ഇറാഖിലെ അവസ്ഥകളെപ്പറ്റി ഹദ്റത്ത് മുസ്ലിം മൗദ് ആൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ ലാഹോറിൽ 1941 മെയ് 25 ഒരു പ്രഭാഷണം നടത്തിയത് സംപ്രേഷണം ചെയ്തിരുന്നു. ഈ പ്രഭാഷണത്തിന് നിമിത്തമായത് രണ്ടാം ലോക മഹായുദ്ധത്തിനിടയിൽ ജർമ്മനിയും ഇറ്റലിയും ഇറാഖിനെ ആക്രമിച്ചതായിരുന്നു. ഡൽഹിയിലെ സുപ്രസിദ്ധ സിഖ് പത്രം റിയാസത്ത് 1941 ഡിസംബർ 2 ഈ പ്രഭാഷണത്തെപ്പറ്റി എഴുതിയ നിരൂപണം ഇപ്രകാരമാണ്: അടിമ സമൂഹങ്ങളുടെയും അടിമ രാജ്യങ്ങളുടെയും സ്വഭാവത്തിലെ ഏറ്റവും ദുർബലമായ ഘടകം അതിലെ ആളുകൾക്ക് ധാർമ്മികവും സത്യസന്ധവുമായ ധൈര്യക്ഷയമാണ്. മുഖസ്തുതിയും കളവും ഭീരുത്വത്തിൻ്റെയും സ്പിരിറ്റ് അവരിൽ പ്രകടമായിരിക്കും. ഇറാഖിലെ റഷീദ് അലിയുടെ ഉദാഹരണമെടുക്കാം. ഇറാഖിലെ റഷീദ് അലി ബ്രിട്ടീഷ് സർക്കാരിൻ്റെയും പ്രജകളുടെയും വീക്ഷണത്തിൽ തെറ്റിലായിരിക്കാം. അതല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുമായുള്ള അയാളുടെ യുദ്ധം അനുചിതമായിരിക്കാം. പക്ഷേ അയാൾ തൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുകയായിരുന്നു എന്നത് നിഷേധിക്കാൻ സാധ്യമല്ല. അദ്ദേഹം തൻ്റെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടുകയായിരുന്നു. അദ്ദേഹത്തെ ഒരിക്കലും തൻ്റെ രാജ്യത്തിൻ്റെ ഒറ്റുകാരനായും ദ്രോഹിയായും ചിത്രീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ നമ്മുടെ അടിമ രാജ്യത്തിലെ രാഷ്ട്രീയ കൈകാര്യകർത്താക്കളുടെയും മത നേതാക്കന്മാരുടെയും സ്വഭാവം, അതായത് ഈ മുസ്ലിങ്ങളും മറ്റും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ നേതാക്കന്മാരും അവരുടെ സ്വഭാവവും അടിമത്തം കാരണം എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നാൽ ഇവർ തെറ്റിനെയും അരുതാത്ത മുഖസ്തുതിയെയും ഏഷണിയെയും മാത്രം രാജ്യത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ സേവനമായി ഗണിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയ കൈകാര്യകർത്താക്കളുടെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ഈ ബുദ്ധിശൂന്യമായ മുഖസ്തുതി നിലനിൽക്കുമ്പോഴാണ് ഖാദിയാനിലെ അഹമ്മദിയ ജമാഅത്തിന്റെ നേതാവ് ധാർമ്മിക ധൈര്യത്തിന്റെ ഉയർന്ന സ്വഭാവവും അദ്ദേഹത്തിന്റെ തെളിഞ്ഞ വിവരണവും താല്പര്യജനകവും സന്തോഷവുമായി അനുഭവപ്പെടുന്നത്. അത് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ചെയ്ത റേഡിയോ പ്രഭാഷണത്തിൽ പ്രകടമായിരുന്നു. ഇത് സമുദായത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ഒരു പരിശ്രമമാകുന്നു. മൗലാന മുഹമ്മദ് അലി ജോഹർ 1878 ജനിച്ചത്. 1931 വഫാത്തായി. രാംപൂരിലായിരുന്നു ജനനം. അദ്ദേഹം കൽക്കത്തയിൽ നിന്ന് കാംറേഡ് എന്ന പേരിൽ ഒരു ആഴ്ചപ്പതിപ്പിറക്കിയിരുന്നു. ഡൽഹിയിൽ നിന്ന് ഹംദർദ് എന്ന പേരിൽ ഒരു ഉറുദു പത്രവും തുടങ്ങിയിരുന്നു. വട്ടമേശ സമ്മേളനത്തിന് ലണ്ടനിൽ പോയിട്ടുണ്ട്. 1931 ജനുവരി 4 മരണപ്പെട്ടു. അദ്ദേഹം പറയുന്നു, പാകിസ്ഥാന്റെ സ്ഥാപനം, അഖണ്ഡത, അതിന്റെ നിർമ്മാണം, പുരോഗതി തുടങ്ങി എല്ലാ രംഗത്തും
ഹദരത്ത് മുസ്ലിം മോദിന്റെ സേവനങ്ങൾ പ്രകടമായിരുന്നു. എന്നിവർ ഇത് അഹമ്മദികൾ ചെയ്തതല്ലെന്ന് പറയുന്നു. എന്നാൽ അന്യരായ ആളുകൾ ഇതൊക്കെ അഹമ്മദികളുടെ പ്രകടമായ സേവനങ്ങളാണെന്ന് അംഗീകരിക്കുന്നു. മൗലാന മുഹമ്മദ് അലി ജോഹർ സാഹിബ് ഇത് സംബന്ധിച്ച് തന്റെ അഭിപ്രായങ്ങൾ 1927 സെപ്റ്റംബർ 26 ഹംദർദ് പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. പറയുന്നു, ജനാബ് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദിന്റെയും അദ്ദേഹത്തിന്റെ സുസജ്ജമായ ജമാഅത്തിന്റെയും സ്മരണയെപ്പറ്റി ഇവിടെ പരാമർശിക്കാതിരിക്കുന്നത് നന്ദികേടായിരിക്കും. അദ്ദേഹം തന്റെ എല്ലാ ശ്രദ്ധയും അഭിപ്രായ ഭിന്നതകൾക്ക് അതീതമായി എല്ലാ മുസ്ലിങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരുന്നു. ഇവർ, അതായത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദും അദ്ദേഹത്തിന്റെ ജമാഅത്തും, അന്ന് ഒരു ഭാഗത്ത് രാഷ്ട്രീയത്തിൽ താല്പര്യം കാണിച്ചിരുന്നതോടൊപ്പം തന്നെ മറുഭാഗത്ത് മുസ്ലിങ്ങളുടെ സംഘടനാപരവും പ്രചാരണ സംബന്ധവും വാണിജ്യപരവുമായ കാര്യങ്ങളിലും വളരെയേറെ ശ്രമകരമായി സജീവമായിരുന്നു. ഇതാണ് അഹമ്മദികളുടെ നിലപാട്. ആ സമയവും വിദൂരമല്ല. ഈ സുസംഘടിതമായ ജമാഅത്തിന്റെ പ്രവർത്തന ശൈലി കേൾക്കുക. പറയുന്നു, ആ സമയവും വിദൂരമല്ല. ഇസ്ലാമിലെ ഈ സുസംഘടിത ജമാഅത്തിന്റെ പ്രവർത്തന ശൈലി ഇസ്ലാമിലെ ബഹുഭൂരിപക്ഷത്തിനും പൊതുവായും ബിസ്മില്ലായുടെ ദന്തഗോപുരങ്ങളിൽ നിന്ന് ഇസ്ലാമിക സേവനങ്ങളിൽ ഉച്ചത്തിൽ വൃഥാവിലുള്ള അവകാശവാദങ്ങൾ നടത്തുന്ന വ്യക്തികൾക്ക് പ്രത്യേകിച്ചും വഴിവിളക്കാകുന്നതാണ്. പ്രത്യക്ഷത്തിൽ ഇവർ വലിയ വലിയ മിമ്പറുകളിലിരുന്ന് തങ്ങൾ മതനേതാക്കന്മാരാണെന്ന് പറഞ്ഞ് വലിയ വലിയ അവകാശവാദങ്ങൾ നടത്തുന്നു. എന്നാൽ ഇവ തികച്ചും നിരർത്ഥകമായ വാദങ്ങൾ മാത്രമാകുന്നു. ഇത് തികച്ചും അവരുടെ വീരവാദങ്ങൾ മാത്രമാണ്. അത് തികച്ചും താഴേക്കിടയിലുള്ള പ്രഖ്യാപനങ്ങളാകുന്നു. ഈ ആളുകൾക്ക് ഇവർ വഴിവിളക്കാകുന്നതാണ്. ആ ദിവസവും സംജാതമാകുന്നതാണ്. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് നീതിബോധമുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇന്ന് അഹമ്മദികളെ പാകിസ്ഥാന്റെയും ഇസ്ലാമിന്റെയും ശത്രുക്കളാണെന്ന് പറയുന്ന ഉലമാക്കൾ ഈ ദർപ്പണത്തിൽ തങ്ങളുടെ മുഖം നോക്കിക്കൊണ്ട് അഹമ്മദികൾക്കാണോ അതല്ല നാമമാത്ര ഉലമാക്കൾക്കാണോ ഇസ്ലാമിനോട് വേദനയുള്ളതെന്ന് നോക്കട്ടെ. സയ്യിദ് ഹബീബ് സാഹിബ് 1891 ജനിച്ചത്. ഉറുദുവിൽ അറിയപ്പെടുന്ന പത്രപ്രവർത്തകനുമാണ്. ഫൂൽ ഔർ തഹസീബെ നിസ്വാൻ എന്ന പത്രത്തിന്റെ പത്രാധിപരുമായിരുന്നു. നൊക്കൂഷ്, പിന്നെ സിയാസത്ത്, ഗാസി ദിനപത്രം എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ ധൈര്യശാലിയും തുറന്നു പറയുന്ന പത്രപ്രവർത്തകനുമാണ്. 1951 മരണപ്പെട്ടത്. 1931 ജൂലൈ 25 സ്ഥാപിതമായ ആൾ ഇന്ത്യ കശ്മീർ കമ്മിറ്റിയുടെ അധ്യക്ഷ പദവിയിൽ നിന്ന് ഹദരത്ത് മുസ്ലിം മൗദ് രാജിവെക്കുകയുണ്ടായി. ആരംഭത്തിൽ കമ്മിറ്റി ഉണ്ടായപ്പോൾ ഹദരത്ത് മുസ്ലിം മൗദിനെയാണ് എല്ലാവരും ഐക്യകണ്ഠേന സദറായി തിരഞ്ഞെടുത്തത്. ഏതായാലും ഒരു സമയമെത്തിയപ്പോൾ ഹദരത്ത് മുസ്ലിം മൗദ് അതിൻ്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെച്ചു. അതിൽ സയ്യിദ് ഹബീബ് സാഹിബ് തൻ്റെ പത്രമായ സിയാസത്ത് ലാഹോറിൻ്റെ 1933 മെയ് 18 ലക്കത്തിൽ ഇങ്ങനെ എഴുതി: എൻ്റെ ബോധ്യത്തിൽ ഏറെ കഴിവുകളുള്ള ആളാണെങ്കിലും ഡോക്ടർ അല്ലാമ ഇക്ബാലിനും മലിക് ബർക്കത്ത് അലിക്കും ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. മാത്രമല്ല, കശ്മീരിന്റെ ദുർഘടാവസ്ഥയിൽ അക്കാലത്ത് വിശ്വാസപരമായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും വിജയത്തെ മാത്രം ലാക്കാക്കി മീർസ സാഹിബിനെ സദറായി തിരഞ്ഞെടുത്തത് ശരിയായ തിരഞ്ഞെടുപ്പായിരുന്നുവെന്ന് ലോകത്തിന് ബോധ്യപ്പെടുന്നതാണ്. അന്ന് മീർസ സാഹിബിനെ തിരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ പദ്ധതി തികച്ചും പരാജയപ്പെടുകയും പാവം ഉമ്മത്ത് ഏറെ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരികയും ചെയ്യുമായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ മീർസ സാഹിബ് അകന്നുപോയത് കമ്മിറ്റിയുടെ മരണത്തിന് കാരണമാണ്. ചുരുക്കത്തിൽ നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഔചിത്യം ലോകത്ത് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. മീർസ സാഹിബ് എന്താണ് ചെയ്തതെന്നും ഡോക്ടർ അല്ലാമ സാഹിബ് എന്താണ് ചെയ്തതെന്നും ഇനി അവരുടെ കമ്മിറ്റി അദ്ദേഹമില്ലാതെ എന്താണ് ചെയ്യുകയെന്നും ലോകത്തിന് മനസ്സിലാകുന്നതാണ്. പിന്നെ അത് ലോകം കാണുകയും ചെയ്തു. എല്ലാം മുന്നിലുണ്ട്. അദ്ദേഹം ഇത് എന്തുകൊണ്ടാണ് ചെയ്തത്? ബന്ധനസ്ഥരുടെ മോചനത്തിനുള്ള വേദന അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അദ്ദേഹം അതിന് നിമിത്തമാകേണ്ടതുമായിരുന്നു. അദ്ദേഹം അധ്യക്ഷ പദവി ഒഴിഞ്ഞെങ്കിലും
പിന്നീടും ഒരുപാട് ജോലികൾ ചെയ്തിരുന്നു. ഈ വേദന കാരണം സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. ചരിത്രം അതിന് സാക്ഷിയുമാണ്. മൗലാന അബ്ദുൽ മജീദ് ദരിയാബാദി 1939 ജനിച്ചത്. ഇന്ത്യയിലെ ഉറുദു സാഹിത്യത്തിലെ എഴുത്തുകാരനും ഗവേഷകനും ഖുറാൻ വ്യാഖ്യാതാവുമായിരുന്നു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ യോഗത്തിൽ മൗലാന അബ്ദുൽ മാജിദ് ദരിയാബാദി തൻ്റെ പത്രമായ സിദ്കെ ജദീദ് ലഖ്നൌവിൻ്റെ 1965 നവംബർ 18 ലക്കത്തിൽ എഴുതുന്നു, അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഖുർആനിക വിജ്ഞാനത്തിൻ്റെ ഖുറാന്റെ ആഗോള പ്രചാരണവും അതിൻ്റെ ദിഗന്ധങ്ങളോളം പ്രചരിപ്പിക്കാനുള്ള പരിശ്രമവും അദ്ദേഹം താല്പര്യപൂർവ്വം നിശ്ചയദാർഢ്യത്തോടെ തൻ്റെ ദീർഘകാല ജീവിതം മുഴുവനും തുടർന്നു പോന്നു. അതിന് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇദ്ദേഹം തന്നെ ഖുറാൻ വ്യാഖ്യാതാവാണ്. പക്ഷേ മുസ്ലിം മോദിനെ പറ്റി അദ്ദേഹം പറയുന്നു, ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ നീണ്ടകാല സേവനം കാരണം പൊതുകാര്യങ്ങളിൽ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. തുടർന്ന് എഴുതുന്നു, അദ്ദേഹം വൈജ്ഞാനികമായി ഖുർആനിക യാഥാർത്ഥ്യങ്ങളുടെയും ജ്ഞാനങ്ങളുടെയും വിശദീകരണങ്ങളും വിവക്ഷകളും നൽകിയതിനും ഒരുപാട് സ്ഥാനമുണ്ട്. വിശ്വാസപരവും മതപരവുമായ, വാസ്തവത്തിൽ മതപരമായിട്ടല്ല, വിശ്വാസപരമായ ഭിന്നിപ്പുണ്ടായിട്ടും അദ്ദേഹം തന്നെ സത്യത്തിലാണെന്ന് മനസ്സിലാക്കിയിരുന്നു. എങ്കിലും അതത് മുസ്ലിം മോദിന്റെ ഖുർആനികവും ഇസ്ലാമികവുമായ സേവനങ്ങളെ പ്രകീർത്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു ലൗകികവും ആത്മീയവുമായ അറിവുകളാൽ നിറയ്ക്കുന്നതാണ് എന്ന് വാഗ്ദാനം നൽകിയിരിക്കെ വേറെ ആർക്കാണ് അദ്ദേഹത്തെ പോലെ അക്കാലഘട്ടത്തിൽ വിജ്ഞാനങ്ങൾ നൽകാൻ കഴിയുക? മാത്രമല്ല, പിന്നീട് വന്നവരും അദ്ദേഹത്തിൻ്റെ വിജ്ഞാനങ്ങളെ തന്നെയാണ് പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇനി വരാനുള്ളവരും അദ്ദേഹത്തിൻ്റെ വിജ്ഞാനങ്ങളെ തന്നെയാണ് പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ ശരിയായ പാതയിൽ സഞ്ചരിക്കാനും കഴിയുകയുള്ളൂ. ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ സാഹിബിനെ ഉദ്ധരിച്ചുകൊണ്ടും ജമാഅത്തിനെതിരിൽ നിരവധി കാര്യങ്ങൾ പറയുന്നു. എന്നാൽ അദ്ദേഹം 1927 മാർച്ച് 24 ലാഹോറിലെ ഒരു സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. ഹദരത്ത് മുസ്ലിം മൗദ് അവിടെ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇക്ബാൽ പറഞ്ഞ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാമ ഇക്ബാൽ പറഞ്ഞു, ഇത്രയും വൈജ്ഞാനികമായ സേവനം വളരെ കാലത്തിന് ശേഷമാണ് ലാഹോറിൽ കേൾക്കാൻ ഇടവന്നത്. പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെപ്പറ്റി മീത സാഹിബ് എടുത്തു പറഞ്ഞ കാര്യങ്ങൾ വളരെയേറെ സമുചിതമായിരുന്നു. ഞാൻ എൻ്റെ പ്രസംഗം കൂടുതൽ നീട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ, അതായത് ഹദരത്ത് മുസ്ലിം മൗദിൻ്റെ പ്രസംഗത്തിൻ്റെ സ്വാദ് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ചരിത്ര പ്രൊഫസർ സയ്യിദ് അബ്ദുൽ ഖാദിർ സാഹിബ് MA ഇസ്ലാമിക കോളേജ് ലാഹോറിലെ പ്രിൻസിപ്പളായിരുന്നു. പറയുന്നു, 1919 ലാഹോറിൽ ഹദരത്ത് മുസ്ലിം മൗദ് ഇസ്ലാമിൽ ഭിന്നിപ്പിന് തുടക്കം എന്ന പേരിൽ ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. ഇദ്ദേഹമായിരുന്നു അധ്യക്ഷൻ. അധ്യക്ഷ പ്രഭാഷണത്തിൽ സയ്യിദ് അബ്ദുൽ ഖാദിർ സാഹിബ് പറയുന്നു, ജ്ഞാനിയായ പിതാവിൻ്റെ ജ്ഞാനിയായ പുത്രൻ ഹദരത്ത് മീർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് സാഹിബിൻ്റെ പേര് തന്നെ ഈ പ്രഭാഷണത്തിൻ്റെ വൈജ്ഞാനികതയെ വിളിച്ചോതുന്നുണ്ട്. എനിക്കും ഇസ്ലാമിക ചരിത്രത്തിൽ അവഗാഹമുണ്ട്. ഹദരത്ത് ഉസ്മാന്റെ ഖിലാഫത്ത് കാലത്തുണ്ടായ ഭിന്നിപ്പുകളുടെ ആത്യന്ത ധാരകളിലോളം കടന്നു എന്ന് ആ നശീകരണപരമായ ആദ്യത്തെ ആഭ്യന്തര കലഹത്തിന്റെ യഥാർത്ഥ കാരണങ്ങളെ കണ്ടുപിടിക്കുന്നതിൽ വിജയിച്ച മുസ്ലിം അമുസ്ലിം ചരിത്രകാരന്മാർ ദുർലഭമാണെന്ന് എനിക്ക് ഖണ്ഡനമയെ തന്നെ പറയാൻ കഴിയും. ഹദരത്ത് മീത സാഹിബിന് ആ ആഭ്യന്തര കലഹത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞുവെന്ന് മാത്രമല്ല, കാര്യകാരണ സഹിതം ഈ സംഭവങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രസ്തുത സംഭവങ്ങൾ കാരണം ഏറെ നാൾ ഖിലാഫത്ത് സൗദം തന്നെ ഇളകിക്കൊണ്ടിരുന്നു.
ഇത്രയും യുക്തിയുക്തമായ പ്രഭാഷണം ഇസ്ലാമിക ചരിത്ര തൽപരന്മാരുടെ ദൃഷ്ടിയിൽ ഇതിനു മുമ്പൊരിക്കലും വിഷയീഭവിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യൻ മന്ത്രി എഡ്വിൻ സാമുവേൽ മോണ്ടിഗോ ഇന്ത്യൻ കാര്യങ്ങൾക്കുള്ള ബ്രിട്ടൻ പാർലമെന്റിലെ സെക്രട്ടറി ആയിരുന്നു. ഇൻഡോ പാക് അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ബ്രിട്ടീഷ് സർക്കാരിന് കീഴിലുള്ള പ്രദേശങ്ങളുടെ ബ്രിട്ടീഷ് പാർലമെന്റ് സെക്രട്ടറി ഫോർ ഇന്ത്യ ആയിരുന്നു. 1917-18 ഇദ്ദേഹം ഈ പദവിയിൽ ഉപവിഷ്ടനായിരുന്നു. അന്ന് അദ്ദേഹം ഇന്ത്യയിലുള്ള അവസ്ഥകളെപ്പറ്റി അവലോകനം നടത്താൻ ഇന്ത്യയിലെ ഒരു പര്യടനത്തിന് വേണ്ടി വന്നിരുന്നു. അതത് മുസ്ലിം മൗദ് ആ സന്ദർഭത്തിൽ ഇന്ത്യൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വ്യക്തിപരമായും വിശദവുമായ മാർഗനിർദ്ദേശങ്ങൾ ഈ ഇന്ത്യൻ മന്ത്രിക്ക് മുന്നിൽ ഒരു അഡ്രസ്സായി സമർപ്പിച്ചിരുന്നു. ഈ പ്രസംഗം ലാഹോറിലാണ് അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. അത് ഹസ്രത്ത് സർ മുഹമ്മദ് സഫറുല്ലാ ഖാൻ സാഹിബാണ് വായിച്ചു കേൾപ്പിച്ചത്. ഹുസൂർ മന്ത്രിയെ സന്ദർശിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. മോണ്ടിഗോ സാഹിബ് ഈ പ്രസംഗവും അതിലെ വിവരണങ്ങളും തൻ്റെ ഡയറിയിൽ നോട്ട് ചെയ്യുകയും അത് അദ്ദേഹത്തിൻ്റെ മരണശേഷം ആൾ ഇന്ത്യ ഡയറി എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 1917 നവംബർ 15 എന്ന തീയതിയിൽ എഴുതുന്നു. 4ാമത്തെ സംഘം അഹമ്മദികളുടേതായിരുന്നു. ഇത് മുസ്ലിങ്ങളുടെ തന്നെ ഒരു കക്ഷിയാണ്. ഇവർ മുസ്ലിങ്ങളും മാനുഷിക ഐക്യത്തിൽ വിശ്വസിക്കുന്നവരുമാണ്. എല്ലാ പ്രവാചകന്മാരെയും വിശ്വസിക്കുന്നു. അവർ ഒരു നീണ്ട നിവേദനം വായിച്ചു കേൾപ്പിച്ചിരുന്നു. അത് അവരുടെ നേതാവ് എഴുതിയതാണ്. നമ്മുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ട ഇതര നിവേദനങ്ങളെക്കാൾ എന്തുകൊണ്ടും ഇത് ഏറെ മെച്ചമുള്ളതായിരുന്നു. ഈ നിവേദനം എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്, നിയമനിർമ്മാണം എന്നിവ സംബന്ധിച്ച് എല്ലാ സംഘടനകളെക്കാളും മികച്ചതും ഒരുപാട് ചിന്തിച്ചും തയ്യാറാക്കിയതാണ്. അതിലെ അവസാന വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഹി ഹാസ് എ ഗുഡ് മൈൻഡ് ആൻഡ് ഹാഡ് കെയർഫുള്ളി തോട്ട് ഔട്ട് ഹിസ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം. അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉന്നതമായിരുന്നു. വളരെ ശ്രദ്ധാപൂർവം ഗഹനമായ ഒരു ഭരണഘടനാ പദ്ധതിയാണ് അദ്ദേഹം നൽകിയത്. ഇദ്ദേഹം വളരെ വിദ്യാഭ്യാസമുള്ള കഴിവുള്ള രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹമാണ് ഭൗതിക വിദ്യാഭ്യാസപരമായ ഒന്നുമില്ലാത്ത ഒരാളെ പറ്റി പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ പ്രവചനത്തിൽ അല്ലാഹു ലൗകികവും ആത്മീയവുമായ ജ്ഞാനങ്ങളാൽ നിറയ്ക്കപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. ഹൈക്കോടതി വക്കീൽ ചൗധരി മുഹമ്മദ് അക്ബർ ഖാൻ ഭട്ടി സാഹിബ് പറയുന്നു, ഒരു സംഭവം അനുസ്മരിക്കുന്നത് അനുചിതമായിരിക്കുകയില്ല. പരസ് വീക്ക്ലിയുടെ എഡിറ്റർ. പരസ് ഒരു പത്രമാണ്. അതിന് എഡിറ്റർ ലാല കരംചന്ദ് ആകുന്നു. പത്രപ്രവർത്തകരുടെ ഒരു സംഘത്തോടൊപ്പം കാദിയാൻ ജൽസസാലനിയിൽ പങ്കെടുത്തിരുന്നു. അവിടെ നിന്ന് തിരിച്ചെത്തിയ ശേഷം വിവിധ ലേഖനങ്ങളിൽ ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് സാഹിബിന്റെ നേതൃത്വത്തിന്റെ ക്രാന്തദർശിത്വത്തെയും വ്യക്തിത്വത്തെയും പറ്റി എഴുതിയ കാര്യങ്ങൾ കാരണം എതിരാളികൾക്കിടയിൽ അസ്വസ്ഥതകളുണ്ടായി. എന്നോട് പറഞ്ഞു, ഞാൻ സഫറുല്ലാ ഖാനെ വലിയ ആളായിട്ടാണ് കരുതിയിരുന്നത്. സർ സഫറുല്ലാ ഖാൻ അന്ന് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ മെമ്പറായിരുന്നു. പക്ഷേ മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ, അതായത് സഫറുല്ലാ ഖാന്റെ അവസ്ഥ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെപ്പോലെ മാത്രമാണ്. അദ്ദേഹം, അതായത് ഹദരത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ്, എല്ലാ കാര്യങ്ങളിലും സഫറുല്ലാ ഖാൻ സാഹിബിനേക്കാളും മെച്ചമുള്ള അഭിപ്രായമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് അനിതര സാധാരണമായ സംഘാടക പാഠവുമുണ്ട്. ഇത്തരം വ്യക്തി വളരെ എളുപ്പത്തിൽ ഒരു രാജ്യത്തെ പോലും പുരോഗതിയുടെ അത്യുന്നതിയിൽ എത്തിക്കാൻ കഴിവുള്ള ആളാകുന്നു. വിഭജനത്തിന് ശേഷം മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് സാഹിബ് ലോ കോളേജിൽ രാഷ്ട്ര പുരോഗതിയുടെ സാധ്യതകളെപ്പറ്റി ചില പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. ഈ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയിലെ പണ്ഡിതനായ ലെക്ചററെ പോലെയാണ് ഭൂപടങ്ങൾ ബ്ലാക്ക് ബോർഡിൻ്റെയും ഗ്രാഫിക്സിൻ്റെയും സഹായത്തോടെ ചില പോയിന്റുകളും വിശദീകരണം നൽകിക്കൊണ്ട് അവതരിപ്പിച്ചത്. എഴുതുന്ന ആൾ പറയുന്നു, എനിക്കൊരു പോയിന്റ് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഖേദകരമെന്ന് പറയട്ടെ, ഇന്ത്യൻ വിഭജനത്തിനു മുമ്പ്
ഇന്ത്യൻ സമുദ്രതീരത്തുള്ള ദ്വീപുകളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞില്ല. ലക്ഷദ്വീപ്, സുറൻദ്വീപ്, ബാലദ്വീപ് എന്നിവയെപ്പറ്റി. ഈ തീരദേശ ദ്വീപുകളിൽ ജനസംഖ്യയിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങളാകുന്നു. പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇവയ്ക്ക് ഏറെ പ്രാധാന്യവുമുണ്ട്. നിർദ്ദേശങ്ങൾ കേട്ടപ്പോൾ ശ്രോതാക്കളുടെ പ്രതികരണം രാജ്യ വിഭജനത്തിന്റെ സമയത്ത് ഖലീഫയുടെ പൊതുവായ ഇടപെടൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നായിരുന്നു. അനാവശ്യമായ പക്ഷപാതിത്വവും ആത്മവഞ്ചനയും കാരണം സാമൂഹിക തലത്തിൽ മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദിന്റെ ദൈവദത്തമായ കഴിവുകളെ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള അവസരമാണ് നഷ്ടപ്പെടുത്തിയത്. ഒരു ജഡ്ജ് തന്റെ സ്വകാര്യ സദസ്സുകളിൽ ഏറ്റുപറയുന്നു, ഈ എല്ലാ ശ്രേഷ്ഠതയും ഉണ്ടായിട്ടും സ്വാഭാവികതയിൽ നിന്ന് അതീതമായ പ്രശ്നങ്ങളെപ്പറ്റി അല്പം പോലും തനിക്ക് അറിവില്ലായിരുന്നു. മിർസ മഹ്മൂദ് അഹമ്മദിന്റെ വിശദീകരണങ്ങൾ കേട്ടപ്പോൾ എൻ്റെ 14 പിൻതലമുറകളാണ് പ്രകാശിതമായത്. ആദ്യമായിട്ടാണ് ഇസ്ലാമിക വീക്ഷണത്തിന്റെ ശരിയായ അറിവ് ലഭിക്കുന്നത്. ഹദ്രത്ത് മുസ്ലിം മൗദ് മാത്രമാണ് മുൻപും ശേഷവും പാകിസ്ഥാൻ സ്ഥാപനത്തിനു വേണ്ടി ഉന്നതമായ അഭിപ്രായങ്ങൾ സമർപ്പിച്ചത്. വിദ്യാസമ്പന്നരായ ആളുകളുടെ ബുദ്ധിയും പ്രകാശിതമായി. അവരുടെ ബുദ്ധിയും ബോധവും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. തങ്ങൾ പ്രൈമറി വിദ്യാർത്ഥികളെപ്പോലെ ഈ കാര്യങ്ങൾ അറിയുകയാണെന്ന് പറയുന്നു. ദിമിഷ്കിലെ അൽ ഉമ്രാൻ പത്രം ഹദ്രത്ത് മുസ്ലിം മൗദ് അവിടെ പര്യടനം നടത്തിയപ്പോൾ 1924 ആഗസ്റ്റ് 10 ലക്കത്തിൽ മഹദി ദിമഷ്കിൽ എന്ന തലയംഗത്തിൽ എഴുതുന്നു, താങ്കൾ തലസ്ഥാനത്ത് എത്തിയെന്ന് അറിയാൻ കഴിയുന്നു. ഷാമിലെ നിരവധി പണ്ഡിതന്മാർ താങ്കളുമായി സംസാരിക്കാനും താങ്കളുടെ സന്ദേശത്തെപ്പറ്റി താങ്കളോട് സംവാദം നടത്താനും താങ്കളുടെ സവിധത്തിലെത്തിയിട്ടുണ്ട്. തുടർന്ന് എന്തുണ്ടായി എന്ന് എഴുതുന്നു. പക്ഷെ അവർ താങ്കളെ ആഴത്തിൽ ഗവേഷണം നടത്തുന്ന പണ്ഡിതനായും എല്ലാ മതങ്ങളുടെയും ചരിത്രങ്ങളുടെയും തത്വശാസ്ത്രങ്ങളുടെയും പറ്റി ആഴത്തിൽ പഠനമുള്ള വ്യക്തിയായും ദൈവിക പ്രമാണത്തിന്റെ യുക്തിയും തത്വവും അറിയുന്ന വ്യക്തിയായും കാണുകയുണ്ടായി. ഇത് ഒരു അറേബ്യൻ പത്രത്തിന്റെ സാക്ഷ്യമാണ്. ഇസ്രായേലിന്റെ സ്ഥാപനത്തിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് സ്ഥാപിക്കപ്പെട്ട ശേഷവും അദ്ദേഹം മതത്തിന്റെയും ചരിത്രത്തിന്റെയും വെളിച്ചത്തിൽ മുസ്ലിങ്ങളെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നീടും ഇത് തുടർന്നു പോന്നു. ഇത് സംബന്ധിച്ച് അൽ കുഫ്ർ മില്ലത്തും വാഹിദ എന്ന പേരിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് അറബികൾക്കിടയിൽ വിതരണം ചെയ്യുകയുണ്ടായി. അറബികൾക്ക് അതിൻ്റെ അറബി തർജ്ജമ ചെയ്ത് അറബികളോടും മുസ്ലിം ലോകത്തോടും പറഞ്ഞു, ഇനിയെങ്കിലും ജാഗരൂകരാകുവിൻ. ഈ ലേഖനം നിരവധി അറേബ്യൻ പത്രങ്ങളിൽ കൊടുക്കുകയും ശ്ലാഘിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മുൻകരുതലുകൾ പറഞ്ഞു തരികയും ആശങ്കകൾ വിവരിക്കുകയും ചെയ്യുകയുണ്ടായി. എന്തെല്ലാം ഭവിഷ്യത്തുകളെ പറ്റി പറഞ്ഞാലും അതെല്ലാം തന്നെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങളിൽ അത് കാണപ്പെടുന്നു. മുസ്ലിങ്ങൾ ഇനിയെങ്കിലും ശ്രദ്ധിച്ചെങ്കിൽ എത്ര നന്നായേനെ. ബാഗ്ദാദിലുള്ള ഒരു പത്രമായ അശൂറ 1948 ജൂൺ 18 ലക്കത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന് വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതുപോലെ ദിമിഷ്കിലുള്ള അൽ അഖ്ബാർ പത്രവും ശ്ലാഘിക്കുകയുണ്ടായി. ഇത് അഹമ്മദികളും വായിച്ചിരിക്കേണ്ട ലേഖനമാണ്. അതിലൂടെ അവരുടെ അറിവിലും ഒരുപാട് വർധനമുണ്ടാകുന്നതാണ്. സർദാർ ഷൗക്കത്ത് ഹയാത്ത് ഖാൻ സാഹിബ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ എണ്ണപ്പെട്ട അംഗമായിരുന്നു. അദ്ദേഹം തന്നെ ഗ്രന്ഥമായ ദ നേഷൻ ദാറ്റ് ലോസ്റ്റ് ഇറ്റ്സ് സോൾ എന്ന പുസ്തകത്തിൽ എഴുതുന്നു, ഒരു ദിവസം എനിക്ക് ഖായിദെ ആസമിന്റെ സന്ദേശം കിട്ടി. സന്ദേശം ഇതായിരുന്നു: ഷൗക്കത്ത്, നിങ്ങൾ ബട്ടാല പോകുന്നെന്ന് അറിയാൻ കഴിഞ്ഞു. ഇത് ഖാദിയാനിൽ നിന്ന് 5 മൈൽ ദൂരെയാണ്. നിങ്ങൾ അവിടെ പോയി ഹദ്രത്ത് സാഹിബിനോട് പാകിസ്ഥാൻ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യാനും സഹായിക്കാനുമുള്ള എൻ്റെ അപേക്ഷ എത്തിക്കണം. ജൽസയ്ക്ക് ശേഷം ഞാൻ അർദ്ധരാത്രി ഏകദേശം 12 മണിക്ക് ഖാദിയാനിലെത്തി. ഹദ്രത്ത് സാഹിബ് വിശ്രമിക്കുകയായിരുന്നു. ഞാൻ ഖായിദെ ആസമിന്റെ സന്ദേശവുമായി എത്തിയിട്ടുണ്ടെന്ന സന്ദേശം അദ്ദേഹത്തിന് നൽകുകയുണ്ടായി.
അദ്ദേഹം അപ്പോൾ തന്നെ താഴേക്കിറങ്ങി വന്ന് എന്താണ് ഖായിദെ ആസമിന്റെ കൽപ്പന എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അദ്ദേഹം താങ്കളുടെ ദുആകളും സഹായവും അഭ്യർത്ഥിക്കുന്നു. ഹദ്രത്ത് മുസ്ലിം മോദ് മറുപടിയായി പറഞ്ഞു, തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ദൗത്യ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനുയായികളെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് അഹമ്മദികൾ ആരും തന്നെ മുസ്ലിം ലീഗിനെതിരിൽ നിൽക്കുന്നതല്ല. ആരെങ്കിലും വഞ്ചന കാണിച്ചാൽ അദ്ദേഹത്തിന്റെ ജമാഅത്തിന്റെ സഹായം അയാൾക്ക് കിട്ടുന്നതല്ല. ഏതെങ്കിലും അഹമ്മദി നിന്നാൽ പോലും അദ്ദേഹത്തിന്റെ ജമാഅത്ത് അയാളെ സഹായിക്കുന്നതല്ല. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ ഏതായാലും ഞങ്ങൾ പിന്തുണയ്ക്കുന്നതാണ്. ഈ കൂടിക്കാഴ്ചയുടെ ഫലമായി മുംതാസ് ദൗലത്താന സാഹിബ് സിയാൽകോട്ട് മണ്ഡലത്തിൽ ഒരു അഹമ്മദിയായ നവാബ് മുഹമ്മദ് ദീൻ സാഹിബിനെ ഭാരിച്ച ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കുകയുണ്ടായി. ഇദ്ദേഹം ഷൗക്കത്ത് ഹയ സാഹിബിന് എഴുതുന്നു, ഖാദിയാനികൾ തങ്ങളുടെ ഇമാമിന്റെ കൽപ്പന നിറവേറ്റിക്കൊണ്ട് മുഹമ്മദ് ദീന് പകരം മുംതാസിന് വോട്ട് നൽകി. ഈ മുംതാസ് ദൗലത്താന സാഹിബ് തന്നെയാണ് 1953 തന്റെ സർക്കാരിന്റെ കാലത്ത് അഹമ്മദികൾക്കെതിരിൽ നടപടിയെടുത്തതും. അഹമ്മദികൾ എത്ര തന്നെ അവരെ സഹായിച്ചാലും അവർ ഒരിക്കലും ദംശിക്കാൻ മടിക്കാത്തവരാണ്. ഷൗക്കത്ത് ഹയ സാഹിബ് തുടർന്നെഴുതുന്നു, ഞാൻ പഠാൻകോട്ടിലെത്തിയപ്പോൾ ഖായിദെ ആസം മൗലാന മൗദൂദി സാഹിബിനെ കാണാനും കൽപ്പിച്ചിരുന്നു. അദ്ദേഹം ചൗധരി നിയാസ് സാഹിബിന്റെ ഗ്രാമത്തോട് ചേർന്ന ഒരു തോട്ടത്തിലാണ് താമസിച്ചിരുന്നത്. ഞാൻ മൗലാന മൗദൂദി സാഹിബിന് ഖായിദെ ആസമിന്റെ സന്ദേശം, അതായത് പാകിസ്ഥാന് വേണ്ടി ദുആ ചെയ്യാനും തങ്ങളെ സഹായിക്കാനും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാ പാകിസ്ഥാൻ, അതായത് വൃത്തികെട്ട സ്ഥലത്തിന് വേണ്ടി എങ്ങനെ ദുആ ചെയ്യാനാണ്. തുടർന്ന് പറഞ്ഞു, ഇന്ത്യയിലുള്ള എല്ലാ വ്യക്തിയും മുസ്ലിമാകാതെ എങ്ങനെയാണ് പാകിസ്ഥാൻ ഉണ്ടാകുക? അതായത് ജമാഅത്തെ ഇസ്ലാമി നേതാവിന്റെ ദൃഷ്ടിയിൽ അതുവരെയും പാകിസ്ഥാൻ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അതായത് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ഇന്നുവരെയും പാകിസ്ഥാൻ ഉണ്ടാകാൻ സാധ്യമല്ലായിരുന്നു. സർദാർ ഷൗക്കത്ത് ഹയാത്ത് എഴുതുന്നു, ഇതായിരുന്നു ജമാഅത്തെ ഇസ്ലാമി നേതാവിന്റെ ഉൾക്കാഴ്ചയും നിലപാടും. മറുഭാഗത്ത് മീർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദിന്റെ വീക്ഷണം നോക്കുക. ഇന്ന് അഹമ്മദികൾ ചരിത്രമറിയാത്ത രാഷ്ട്രീയക്കാർക്കും നാമമാത്ര ഉലമാക്കൾക്കും മുന്നിൽ രാഷ്ട്രത്തിന്റെ ശത്രുക്കളാണ്. എന്നാൽ അഹമ്മദികൾ രാഷ്ട്രത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ അതിന്റെ സ്ഥാപന കാലത്തും ഇന്നും തയ്യാറാണ്. ഇന്ന് രാഷ്ട്രത്തിന്റെ പാട്ടക്കാരെന്ന് പറയുന്നവർ രാഷ്ട്രം ഉണ്ടാക്കുന്നതിന് എതിരായിരുന്നു. അള്ളാഹു എത്രയും വേഗം ഈ ദ്രോഹികളിൽ നിന്ന് രാഷ്ട്രത്തെ രക്ഷിക്കുമാറാകട്ടെ. മുസ്ലിങ്ങളോട് വേദനയുള്ള അദ്ദേഹത്തിന്റെ മറ്റൊരു സേവനമാണ് 1923 ശുദ്ധി പ്രസ്ഥാനം, അതായത് ഹിന്ദുക്കളാക്കാനുള്ള പദ്ധതിക്കെതിരിൽ അദ്ദേഹം ചെയ്ത ജിഹാദ്. ഈ പദ്ധതി ഒരു ഹിന്ദു ലീഡറായ ശുദ്ധാനന്ദ സ്വാമിയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, അതായത് പൂർവ്വപിതാക്കൾ ഏതെങ്കിലും കാലത്ത് ഹിന്ദുക്കളായിരുന്നു. ഈ പദ്ധതി ഒരു ഹിന്ദു ലീഡറായ ശുദ്ധാനന്ദ സ്വാമിയാണ് ആരംഭിച്ചത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, അതായത് പൂർവ്വപിതാക്കൾ ഏതെങ്കിലും കാലത്ത് ഹിന്ദുക്കളായിട്ടുണ്ടായിരുന്ന മുസ്ലിങ്ങളെ വീണ്ടും ഹിന്ദുക്കളാക്കാൻ വേണ്ടി ആരംഭിച്ചതാണ്. ഹദ്രത്ത് മുസ്ലിം മൗദ് ഒന്നിനു പിറകെ മറ്റൊന്നായി താൽക്കാലിക മുബല്ലിഗുമാരുടെ സംഘത്തെ മൽക്കാനിയിലേക്ക് പറഞ്ഞു വിട്ടു. ഇതേപ്പറ്റി ഗോരഖ്പൂരിൽ നിന്നുള്ള മഷ്രിഖ് പത്രം 1923 മാർച്ച് 29 ലക്കത്തിൽ എഴുതുന്നു, അഹമ്മദിയ നേതാവിന്റെ തുടർച്ചയായ പ്രഭാഷണങ്ങളും ലേഖനങ്ങളും അദ്ദേഹത്തിന്റെ അനുയായികളിൽ വളരെ ആഴത്തിൽ സ്വാധീനമുണ്ടാക്കി. ഈ ജിഹാദിൽ ഇന്ന് ഏറ്റവും മുന്നിൽ ഈ സംഘടനയാണുള്ളത്. അതിനെയാണ് കാണാൻ കഴിയുന്നത്. അഹമ്മദി വിഭാഗത്തിന് ഈ മുസ്ലിങ്ങളെ സഹായിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈ സംഘടനയുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇസ്ലാം എന്ന പേരുള്ളത് കൊണ്ട് അതിനോടുള്ള ലജ്ജ കാരണം, അതായത് ഇസ്ലാം എന്ന പേര് വെച്ചുകൊണ്ട്, അതായത് അവർ ഇസ്ലാം എന്ന പേര് വെച്ചതുകൊണ്ട് ലജ്ജ കാണിച്ചുകൊണ്ട് അഹമ്മദിയ ഇമാമിനുള്ളിൽ ആവേശമുണ്ടാവുകയും അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങൾ കാണുമ്പോൾ മനസ്സിൽ ഭയം തോന്നുന്നു. അതായത് ഇന്നും ദൈവത്തിന്റെ പേരിൽ ജീവൻ ത്യജിക്കാൻ തയ്യാറായിട്ടുള്ളവരാണവർ. അഹമ്മദികൾ തങ്ങളുടെ വിശ്വാസത്തെപ്പറ്റി പഠിപ്പിക്കുമെന്ന
ആശങ്കയില്ലാതെ നമ്മുടെ ഉലമാക്കൾ ജമാഅത്തുമായി ചേർന്ന് ആത്മാർത്ഥമായി മുന്നേറേണ്ടതാണ്. മറ്റു മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ വിശ്വാസം നിലനിൽക്കുകയില്ലെന്ന് ആശങ്കയുണ്ടെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും ഒന്നു ചേർന്ന് ജമാഅത്തായി ആത്മാർത്ഥമായി മുന്നേറണം. എന്നിട്ട് അഹമ്മദികൾ ചെയ്യുന്നത് പോലെ ചെയ്യണം. പൂരംപൊടിയും കടലയും തിന്നുകയും ഇസ്ലാമിനെ രക്ഷിക്കുകയും ചെയ്യുക. അവിടെ പോകുന്നവർ ഇങ്ങനെയാണ് കഴിച്ചു കൂട്ടുന്നത്. പാകം ചെയ്ത ഒരു ഭക്ഷണവും അവിടെ കിട്ടാറില്ല. കടലയും പൂരംപൊടിയുമാണ് ഭക്ഷിക്കുന്നത്. അഹമ്മദിയ ജമാഅത്ത് ഈ കാര്യങ്ങളിൽ ആത്മാർത്ഥരായി നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നു. പറയുന്നു, അഹമ്മദ് ജമാഅത്തിന്റെ ആളുകളിൽ ഈ ആത്മാർത്ഥത നമുക്ക് നല്ലപോലെ കാണാൻ കഴിയുന്നു. വിശ്വസ്തയും തങ്ങളുടെ ഇമാമിനോടുള്ള അനുസരണത്തിന്റെ ശബ്ദം നിറവേറ്റുന്നതിനും ഈ ജമാഅത്ത് വ്യതിരിക്തമാണ്. ജനാബ് മീർസ സാഹിബിന്റെയും അദ്ദേഹത്തിന്റെ ജമാഅത്തിന്റെയും ഉന്നത ആത്മസമർപ്പണത്തിന്റെ ത്യാഗത്തിന്റെ കൂടെ മുസ്ലിങ്ങളെ ത്യാഗത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അവർ ഒന്നായി നിൽക്കുന്നു. ഒന്നായി നിൽക്കണമെന്ന് ഇതുപോലെ ത്യാഗം ചെയ്യാനും മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. മുസ്ലിങ്ങളുടെ വ്യതിരിക്ത അടയാളമായ വിശ്വസ്തത ഇന്ന് ഇവരിൽ പ്രകടമാണ്. അഹമ്മദീയ ജമാഅത്തിന്റെ അനുഗ്രഹവും ത്യാഗവും അതോടൊപ്പം വിശ്വസ്തതയും വരവ് ചെലവുകളിലുള്ള നേരും സ്ഥായീഭാവവും ഏറെ ശ്ലാഘനീയമാണ്. അതുകൊണ്ടാണ് കുറഞ്ഞ വരുമാനമുണ്ടായിട്ട് പോലും അവർ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് അമുസ്ലിങ്ങൾ പോലും അംഗീകരിക്കുന്നു. ഈ വേദനയായിരുന്നു അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ. അതിനുവേണ്ടി അദ്ദേഹം പ്രത്യേകമായ ആഹ്വാനം നടത്തി. മുഴുവൻ ജമാഅത്തിനെയും ഏതെങ്കിലും തരത്തിൽ പ്രവർത്തന സജ്ജമാക്കുകയും ചലനാത്മമാക്കുകയും ചെയ്തു. അത് അന്യരായ ആളുകളും സമ്മതിക്കുന്നു. മീം ഷീൻ പ്രസിദ്ധ എഴുത്തുകാരനും രാഷ്ട്രീയക്കാരനുമാണ്. ഇദ്ദേഹത്തിന്റെ തൂലിക നാമമാണിത്. മിയാ മുഹമ്മദ് ഷെരീഫ് എന്നാണ് ശരിയായ പേര്. ഹദരത്ത് മുസ്ലിം മൗദിന്റെ വിയോഗത്തിൽ ലാഹോർ ഡയറി എന്ന കോളത്തിൽ എഴുതുന്നു, 1914 മീർസ ബഷീർ ദീൻ മഹ്മൂദ് അഹമ്മദ് ഖിലാഫത്ത് പദവിയിൽ അവരോധിതനായ ശേഷം തന്റെ ജമാഅത്തിനെ പുനഃസംഘടിപ്പിച്ചു. തദനുജുമൻ അഹമ്മദിയായെ ഒരു സക്രിയ സജീവ സംവിധാനമാക്കി മാറ്റി. ഇതിൽ നിന്ന് അദ്ദേഹത്തിന് അനിതസാധാരണമായ സംഘാടക മികവ് അറിയാൻ കഴിയുന്നതാണ്. അദ്ദേഹത്തിന്റെ പക്കൽ ഏതെങ്കിലും സർവകലാശാല ബിരുദമില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം സ്വന്തമായി വായനയിലൂടെ തന്നെ അല്ലാമാധവ മഹാപണ്ഡിതൻ എന്ന് പറയാനുള്ള അർഹത കരസ്ഥമാക്കി. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ എന്നോട് പറഞ്ഞു, ഞാൻ സിവിൽ ആൻഡ് മിലിറ്ററി ഗസ്റ്റിന്റെ പാരായണത്തിലൂടെയാണ് ഇംഗ്ലീഷിൽ പ്രാവീണ്യം നേടിയത്. ഖാജ നസീർ അഹമ്മദിന്റെ ഉടമസ്ഥതയിൽ ഈ പത്രം നിർത്തലാക്കാതിരുന്നിടത്തോളം കാലം അദ്ദേഹം ഇത് കൃത്യമായി പാരായണം ചെയ്തിരുന്നു. മീർസ സാഹിബ് പക്വതയുള്ള പ്രഭാഷകനും ഹൃദയസ്ഥനായ എഴുത്തുകാരനുമായിരുന്നു. ജമാഅത്തിന്റെ പുരോഗതിക്കുള്ള ഏത് സന്ദർഭവും സങ്കോചമേതും കൂടാതെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിരുന്നു. ജമാഅത്തി വീക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ മഹത്തായ ഒരു കർമ്മം വിഭജനത്തെ തുടർന്ന് കാദിയാൻ പിടിച്ചെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം റബുവിൽ രണ്ടാമത്തെ കേന്ദ്രം സ്ഥാപിച്ചതാണ്. ബയ്യത്ത് ചെയ്യാതെ വിട്ടുപോയവരുടെ പത്രമായ ദ ലൈറ്റ് ഹദരത്ത് മുസ്ലിം മൗദ് വഫാത്തായപ്പോൾ ദ ഗ്രേറ്റ് നേഷൻ ബിൽഡർ എന്ന തലയംഗത്തിൽ 1965 നവംബർ 16 എഴുതുന്നു. അദ്ദേഹം, അതായത് ഇമാം ജമാഅത്ത് അഹമ്മദിയ മീർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദിന്റെ വേർപാട് വളരെ ആഴത്തിൽ ശക്തമായ സംഭവങ്ങൾ, കാലാതീതമായ ഫലങ്ങൾക്കുടമയായ മഹത്തായ പ്രവർത്തനങ്ങളും ചെയ്ത വ്യക്തിയുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് സ്വരുക്കൂട്ടപ്പെടുക. അദ്ദേഹം വൈജ്ഞാനിക രംഗത്ത് പടർന്നു നിൽക്കുന്ന ഒരു അത്യുന്നത മഹാനുഭാവനും അനിതര സാധാരണമായ കഴിവുകളാൽ സമ്പന്നനായ വ്യക്തിത്വവുമായിരുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ വൈജ്ഞാനിക തലം മുതൽ ഇസ്ലാമിക പ്രവചാരണ സംവിധാനം വരെയും വിശിഷ്യ രാഷ്ട്രീയ നേതൃപാടവത്തിലും ചിന്താധാരയുടെ കാര്യത്തിലും മർഹൂം തന്റെ സ്വതസിദ്ധമായ സ്വാധീനത്തിന്റെ ആഴത്തിലുള്ള അടയാളം പതിപ്പിക്കാത്ത അപൂർവം കാര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന
ഇസ്ലാമിക മിഷനുകളുടെ ശൃംഖല, ചുറ്റുപാടും നിർമ്മാണത്തിലിരിക്കുന്ന മസ്ജിദുകൾ, നീണ്ടകാലമായി സ്ഥാപിതമായ ക്രിസ്ത്യൻ മിഷനുകളെ വേരോടെ പിഴുതെറിയാനുള്ള ഇസ്ലാമിക തബ്ലീഗിന്റെ ആഫ്രിക്കയിലെ വിശാലവും ഗഹനവുമായ സ്ഥാപനം എന്നിവ എടുത്തു പറയത്തക്ക പ്രവർത്തനങ്ങളാകുന്നു. അത് പരേതന്റെ കർമ്മ പദ്ധതിയുടെയും സംഘാടക മികവിന്റെയും അക്ഷീണ പ്രയത്നത്തിന്റെയും കാര്യത്തിൽ ഒരു സ്ഥായിയായ സ്മരണയായിരിക്കും. ഇക്കാലത്ത് തന്റെ അനുയായികൾക്കിടയിൽ വളരെയേറെ ആവേശോജ്വലമായ സ്നേഹവും ത്യാഗ മനോഭാവവും നേടിയ നേതാക്കൾ ഉണ്ടാകാൻ പ്രയാസമാണ്. മാത്രമല്ല പിന്നീട് അത് വളരെ ശക്തിയായി വെളിപ്പെടുകയും ചെയ്തു. രാജ്യത്തിലെ എല്ലാ ഭാഗത്തു നിന്നും തങ്ങളെ വിട്ടുപിരിഞ്ഞ നേതാവിനെ അവസാനമായി കണ്ട് വിശ്വാസാർച്ചന നടത്താൻ 60,000 ആളുകൾ ഉന്മാദരെ പോലെ ഓടി അണയുകയുണ്ടായി. അഹമ്മദേ ജമാഅത്തിന് ചരിത്രത്തിൽ മീത സാഹിബിന്റെ നാമം ഒരു വലിയ സമുദായ നിർമ്മാതാവ് എന്ന പേരിൽ നിലനിൽക്കുന്നതാണ്. അദ്ദേഹം കഠിനമായ പ്രയാസ ഘട്ടത്തിൽ ശക്തമായ ഒരു സുസംഘടിത ജമാഅത്ത് പുനഃസ്ഥാപിച്ച് കാണിച്ചു തന്നു. അതിന് ശക്തമായ അടിത്തറ പാകുകയും ചെയ്തു. അത് അംഗീകരിക്കാതിരിക്കാൻ സാധ്യമല്ല. ഇതേപോലെ നിരവധി നിരൂപണങ്ങൾ അദ്ദേഹത്തെ പറ്റിയുണ്ട്. ഇതുകൂടാതെ അദ്ദേഹം നിരവധി വിഷയങ്ങളിൽ ജമാഅത്തിനും പൊതുവിൽ മുസ്ലിങ്ങൾക്കും ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുകയുണ്ടായി. നിരവധി ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും വലിയ വാള്യങ്ങളിൽ തയ്യാറാണ്. ചിലത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ചിലത് പ്രസിദ്ധീകരിക്കാനുണ്ട്. പ്രഭാഷണങ്ങൾ തന്നെ 35-36 വാള്യങ്ങളുണ്ട്. ഖുതുബകൾ 27-28 വാള്യങ്ങളിലായിട്ടുണ്ട്. അദ്ദേഹം നിരവധി ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സർവോപരി ഏതെങ്കിലും സ്കൂളിലോ മദ്രസയിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒന്നും പഠിക്കാതെ അള്ളാഹുവാണ് അദ്ദേഹത്തിന് ഖുർആനിക അറിവ് പകർന്നു നൽകിയത്. അതിന് സമാനമായത് കാണാൻ കഴിയുകയില്ല. ഇത് സംബന്ധിച്ച് അന്യരായ ആളുകൾ നിരവധി നിരൂപണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേപ്പറ്റി ഞാൻ കഴിഞ്ഞ ഖുതുബകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പഴയ റെക്കോർഡുകളിൽ നിന്ന്, നോട്ട്സുകളിൽ നിന്നും പ്രഭാഷണങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഖുർആനിക തഫ്സീറുകളും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്തവയുമാണ്. തഫ്സീർ കബീറിൽ അത് വന്നിട്ടില്ല. അത് തഫ്സീർ കബീറിന്റെ 10 വാള്യങ്ങളെക്കാളും ഏകദേശം ഇരട്ടിയിലധികമുണ്ട്. അതും ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇതെല്ലാം അള്ളാഹു തന്നതാണ്. ഈ പ്രവചനം സാക്ഷാത്കരിച്ചിരിക്കുന്നു. മുസ്ലിം മൗദിനെ പറ്റിയുള്ള ഈ പ്രവചനം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യത്തിനുള്ള മഹത്തായ പ്രവചനങ്ങളിൽ ഒന്നാകുന്നു. നമ്മുടെ വിശ്വാസ വർധനവിന് നിദാനവുമാകുന്നു. നിരവധി ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉറുദു അറിയാത്തവർ ഈ ആത്മീയ ഭണ്ഡാരത്തിൽ നിന്ന് പ്രയോജനമെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഞാൻ ഇത് നേരത്തെയും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ ആത്മീയ ഭണ്ഡാരത്തിൽ നിന്ന് പ്രയോജനമെടുക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇപ്പോൾ പാകിസ്ഥാനിൽ വീണ്ടും ജമാഅത്തിനെതിൽ എതിർപ്പിന്റെ ഒരു കാറ്റടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇലക്ഷനിൽ തോറ്റ രാഷ്ട്രീയക്കാരും മൗലവിമാരും അല്ലെങ്കിൽ തങ്ങളുടെ ആഗ്രഹം സാധിക്കാതെ പോയവരും ഒരു വലിയ സംഘം ഫസാദ് പരത്താൻ വേണ്ടി അഹമ്മദികളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും ഇതാണ് അവരുടെ ശീലം. പരാജയപ്പെടുമ്പോൾ നിസ്സാരമായ പ്രസിദ്ധിക്ക് വേണ്ടി അഹമ്മദികൾക്കെതിരിൽ തിരിയുന്നു. ഇതിനാണ് ഇന്നിവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി സാധ്യമായതെല്ലാം അവർ ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് അഹമ്മദികൾ ജാഗ്രത കാണിക്കുന്നതോടൊപ്പം ദുആകൾ ചെയ്യുകയും കൂടുതൽ സദഖകൾ കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അഹമ്മദികളെ സംരക്ഷിക്കുമാറാകട്ടെ. യമനിലെ അഹമ്മദികൾക്ക് വേണ്ടിയും ഒരുപാട് ദുആ ചെയ്യുക. അവരിൽ ഒരുപാട് പേർ കൽത്തുറുങ്കിലാണ് കഴിയുന്നത്. അവർക്ക് എത്രയും വേഗം മോചനം കിട്ടുമാറാകട്ടെ. ഫലസ്തീനികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു അവർക്ക് മേൽ കരുണ ചൊരിയട്ടെ. വലിയ ശക്തികളുടെ ആക്രമണത്തിൽ നിന്ന് അവരെ രക്ഷിക്കുമാറാകട്ടെ. ഘാനിയിൽ ജൽസ സാലാന നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ തുടങ്ങിയതാണ്. നാളെ ശനിയാഴ്ച സമാപന ദിവസമാണ്. അതെല്ലാ നിലയ്ക്കും വിജയപ്രദമാകാൻ ദുആ ചെയ്യുക. അവിടെ ജമാഅത്ത് സ്ഥാപിതമായി 100 വർഷമായതിന്റെ സമ്മേളനമാണ്. നാളെ ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് എൻ്റെ പ്രഭാഷണവും ലൈവായി ഉണ്ടായിരിക്കുന്നതാണ്. അള്ളാഹു എല്ലാ നിലയ്ക്കും അനുഗ്രഹീതമാക്കട്ടെ. الحمد لله
نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون واذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر